ഈ റെസിപ്പിയുടെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ചെന്നൈയിലുള്ള ഫ്രണ്ടായ ജയശ്രീ വത്സനാണ്. ജയശ്രീ ഒരു അയ്യങ്കാർ ഫാമിലി മെമ്പറാണ്. അവരുടെ വീട്ടിലെല്ലാം സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. കേരളത്തിൽ നമ്മൾ സാധാരണ മലയാളികൾ ഇത് വീട്ടിൽ ഉണ്ടാക്കാറില്ല. പ്രത്യേകിച്ചും മലയാളികൾക്ക് ഈ സാമ്പാർ സാദം, തൈര് സാദം, ഇങ്ങനെ പല പല സാദങ്ങൾ, അതായത് ഈ മിക്സ് ചെയ്ത് വെച്ച ഐറ്റത്തിനോട് അത്ര പ്രതിപത്തിയില്ല. എല്ലാം സെപ്പറേറ്റ് കഴിച്ചാണല്ലോ നമുക്ക് പരിചയം. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണിത്. ആക്ച്വലി ഇതിൻ്റെ പേര് പറയുകയാണെങ്കിൽ പുളിയോദര എന്നും പുളിയോഗര എന്നും പുളിഹോര എന്നും പല പല പേരുകളാണ്. കാരണം തമിഴ്നാട്ടിൽ പുളിയോദരയാണെങ്കിൽ കർണാടകയിൽ ഇത് പുളിയോഗരയാണ്. ആന്ധ്രാപ്രദേശിൽ പോയാലോ പുളിഹോരയും. ഏത് പേര് വേണമെന്ന് ഓരോ സ്റ്റേറ്റുകാരങ്ങ് തീരുമാനിക്കട്ടെ അല്ലേ. നമ്മൾ മലയാളികൾ ഏതായാലും അഡാപ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണല്ലോ, നമുക്കതിനെ ഇംഗ്ലീഷിൽ അങ്ങ് ടാമറിൻ റൈസ് എന്ന് വിളിച്ചേക്കാം. പ്രശ്നമില്ലല്ലോ ആർക്കും. എന്നാൽ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഈ മിശ്രിതത്തിന് പുളി കാച്ചിൽ എന്നും പറയും കേട്ടോ. പുളിക്കാച്ചിൽ, അതായത് നമുക്കതിനെ വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം കാച്ചി കുറുക്കിയ പുളിയിൽ ആഡ് ചെയ്ത മസാലകളൊക്കെ ആഡ് ചെയ്ത് വെക്കുന്ന ഒരു പിക്കിളല്ല, അതുപോലെ സൂക്ഷിച്ച് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു മസാല, ഒരു മിക്സ്. അത് നമുക്ക് ഈ ചോറിനോട് വേവിച്ച് വെച്ച ചോറിൽ, ഫ്രഷായിട്ട് നമ്മൾ വേവിക്കുന്ന ചോറിൽ, ചൂട് ചോറിൽ ഈ മിക്സ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് ബോക്സിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പണി ഒന്നും ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ, കിച്ചണിൽ കയറാൻ മടിയുള്ള ദിവസങ്ങളിലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പുളിയുടെ ആ ഒരു പുളിപ്പും നല്ല സ്പൈസസിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ചെറിയൊരു ജാഗറിയുടെ മധുരവും അടിപൊളിയാണ് ഈ